ഹായ് ഫ്രണ്ട്സ്, ഗിൽഡ സ്റ്റുഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മെർമെയ്ഡ് ഫിഷ് കട്ട് സ്കേർട്ടാണ്. അത് 6 പീസുള്ള ഒരു മെർമെയ്ഡ് ഡ്രസ്സാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ മെറ്റീരിയലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതും ഒരു ഓണം ഔട്ട്ഫിറ്റ് തന്നെയാണ്. നമുക്ക് ഫിഷ് കട്ട് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡ്രസ്സല്ല സ്കേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മീറ്റർ തുണി വേണം. പക്ഷേ ഇവിടെ 2.5 മീറ്ററേ ഉള്ളതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒപ്പിക്കേണ്ടതെന്ന് നോക്കാം. നമുക്ക് 6 പീസാണ് വേണ്ടത്. ഫ്രണ്ടിൽ 3 പീസ്, ബാക്കിൽ 3 പീസ്. അത് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. സെൻറ്ററിലെ പീസ് ഒരുമിച്ചും സൈഡിലെ 4 പീസ് ഒരുമിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ തുണി ഫസ്റ്റ് നമ്മൾ സമമായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു പീസിൽ 4 പീസ്, ഒന്ന് കൊണ്ട് 4 ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ തുണി നമുക്ക് സമമായിട്ട് 1.25 മീറ്ററായിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്യാം. ഫസ്റ്റ് സാധാ മെറ്റീരിയൽ, സാധാ ഇതുപോലത്തെ ഡിസൈൻ ഉള്ളതാണെങ്കിൽ ഇതിങ്ങനെ ചെയ്യേണ്ട. തുണി നമ്മൾ നല്ലത് ഇങ്ങനെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഒരു ഭാഗത്ത് ബോർഡറുള്ള തുണിയായത് കാരണം എൻഡിൽ ബോർഡർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഭാഗം ഇങ്ങനെ ഈ തുണി മെറ്റീരിയൽ 2ആയി മുറിക്കുന്നത്. അല്ലാത്ത സമയമാണെങ്കിൽ നമ്മൾ ഇതിനെ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ 4ആക്കി മടക്കുകയാണ് സാധാ തുണിയിൽ ചെയ്യേണ്ടത്. ഇതിപ്പോൾ ബോർഡർ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സാധാ ഫിഷ് കട്ട് ഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്കും പാറ്റേൺ വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പാറ്റേൺ ഇല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാനിപ്പം പറയാൻ പോകുന്നത്. നമുക്ക് വേണ്ടത് ഇതിൻ്റെ 2 പീസും ഇതിൻ്റെ 4 പീസുമാണ് നമുക്ക് വേണ്ടത്. ഇത് ഒരു ഫ്രണ്ടും വെച്ചിട്ട് ഇങ്ങനെ 2 ബാക്കും കൂടെ ഇങ്ങനെയാണ് ഒരു ഫിഷ് കട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ 4 പീസും ഇതിൻ്റെ 2 പീസും. അപ്പോൾ ഇത് ഒരു തുണി വെച്ചിട്ടും ഇത് ഒരു മെറ്റീരിയൽ വെച്ച് ഒരു പീസ് തുണി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ മെറ്റീരിയൽ കാണിക്കാം. നമുക്ക് 6 പാനലാണ് ഇവിടെ വേണ്ടത്. അതിന് വേണ്ടിയിട്ട് സെൻറ്ററിൽ, ബാക്കിലും ഫ്രണ്ടിലും സെൻറ്ററിൽ വരുന്ന 2 പാനലാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ഈ 2 പാനൽ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു പാനൽ, ഇങ്ങനത്തെ 2 പാനലാണ് നമുക്കിപ്പോൾ കട്ട് ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് ആകെ 2.5 മീറ്റർ മെറ്റീരിയലാണ് ഉള്ളത്. അപ്പം അതിൽ 1.25 മീറ്റർ മെറ്റീരിയൽ നമ്മൾ മുറിച്ചെടുത്തിട്ട് 4ആയി ഫോൾഡ് ചെയ്തിരിക്കുകയാണ്. 39 ഇഞ്ച് നീളമാണ് ലെന്താണ് വേണ്ടത്. ആ 39 നമുക്കിവിടെ നിന്ന് എടുക്കാം. ഒന്നും കൂടുതൽ ഇടണ്ട, കാരണം ഇവിടെ 1.5 ഇഞ്ച് പട്ട വരും. അപ്പോൾ അത് തയ്യൽ തുമ്പിന് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റ് 39 ഇഞ്ച് എടുത്തിട്ട് ഇവിടെ നമ്മളൊരു വര വരയ്ക്കാം. ഇവിടെ വേസ്റ്റ് വേണ്ടത് 30 ഇഞ്ചാണ്. 30 6 പാനലായതുകൊണ്ട് 30നെ 6 കൊണ്ട് ഡിവൈഡഡ് ചെയ്യുമ്പോൾ 5 വരുന്നു. അപ്പോൾ നമുക്കിവിടെ 5 അടയാളപ്പെടുത്താം. നമുക്കിവിടെ അടയാളപ്പെടുത്താം. ഇതിൻ്റെ കൂടെ ഒരു തയ്യൽ തുമ്പിന് 1/2 ഇഞ്ച്, അങ്ങനെ നമുക്കിവിടെ 5.5, നമുക്ക് ഇവിടെ 5.5യാണ് നമുക്കിവിടെ മാർക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഹിപ്പ് ലൈനാണ് എടുക്കേണ്ടത്. ഹിപ്പ് ലെന്ത് 7 വന്നേക്കുന്നത്. അവിടെ വന്നിട്ടുള്ളത് 39ആണ്. 39നെ 6ആയിട്ട് ഡിവൈഡഡ് ചെയ്യുമ്പോഴത്തേക്കും 6.5 കിട്ടിയിട്ടുള്ളത്. അത് നമുക്കിവിടെ അടയാളപ്പെടുത്താം. ഹിപ്പ് ലെന്ത് വേസ്റ്റ് ലെന്തിൽ നിന്നും 7 ഇഞ്ച് താഴ്ത്തി ഹിപ്പ് ലെന്ത്. നമുക്ക് ഇവിടെ 39നെ 6ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം 6.5 വന്നിട്ടുണ്ട്. 6.5യുടെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് 7 അടയാളപ്പെടുത്താം. വേണ്ടത് നീ റൗണ്ടാണ്, മുട്ടിൻ്റെ ലൈനിലാണ് വരേണ്ടത്. ഇപ്പം ഹിപ്പിൽ നിന്ന് വേസ്റ്റിൽ നിന്ന് നീ ലൈനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് 16 ഇഞ്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് 16ൻ്റെ താഴത്തോട്ട് നമുക്ക് മുട്ടിൻ്റെ റൗണ്ട് നമുക്ക് വരയ്ക്കാം. ഈ റൗണ്ട് നമുക്ക് വന്നിരിക്കുന്നത് 36ആണ്. 36നെ 6ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 വരുന്നു. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്ത് 6.5 ആ ഭാഗത്ത് നമുക്ക് അടയാളപ്പെടുത്താം. റൗണ്ടിൽ നിന്ന് എൻഡ് വരെ 22 ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങറ്റത്ത് 22 എവിടെയാണ് വരുന്നത് അവിടെ നമുക്കൊരു അടയാളപ്പെടുത്തണം. അപ്പം ഇവിടെ നമുക്ക് 22 ഈ ഭാഗത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ നിന്ന് നേരെ നമുക്കൊരു ലൈൻ വരയ്ക്കാം. മോശം സൈഡാണ് ഇതിൽ വരയ്ക്കേണ്ടത്. പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നതുകൊണ്ട് നല്ല സൈഡ് വരയ്ക്കില്ല, മോശം സൈഡിലായിട്ടും വരയ്ക്കേണ്ടത്. നമുക്കിനി കട്ട് ചെയ്യാം.
ഫ്രണ്ടിലും ബാക്കിലുമുള്ള സെൻറ്ററിലുള്ള 2 പീസ് വെട്ടിയെടുത്ത് കഴിഞ്ഞു. ഇനി 2 എൻഡിലുമുള്ള 4 പീസ് നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കാം. നമുക്കിപ്പം 2 പീസ് കിട്ടിക്കഴിഞ്ഞ് അടുത്ത് നമുക്ക് വേണ്ടത് 2 സൈഡിലുമായിട്ട് വരുന്ന 4 പീസാണ് വേണ്ടത്. മെറ്റീരിയൽ നമ്മൾ തുണി 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ ഫുൾ ലെന്തും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേസ്റ്റ് ലൈൻ, ഇവിടെ ഹിപ്പ് ലൈൻ, ഇവിടെ നീ ലൈൻ 3ഉം വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര ഇഞ്ച് വേണമെന്ന് അടയാളപ്പെടുത്താം. അടുത്ത് നമ്മൾ വേസ്റ്റ് ലൈനിൽ നിന്ന് ഒരു 3 ഇഞ്ച് ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് ഒരു 3 ഇഞ്ച് മാറ്റി ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. വേസ്റ്റിൻ്റെ 4/1 6/1 നമുക്ക് 5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ 5 ഇഞ്ച് അടുത്ത് ഈ 3 ഇഞ്ച് മാറ്റിയതിൽ നിന്ന് 5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. എൻഡിലായതുകൊണ്ട് തയ്യൽ തുമ്പ് 1 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെയാണ് 3 ഇഞ്ച് മാറ്റണം. പക്ഷേ ഇവിടെ നിന്ന് ഹിപ്പ് വളഞ്ഞ് വരുന്നതുകൊണ്ട് നേരത്തെ 1.5 ഇഞ്ച് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് 4.5 ഇഞ്ചാണ് ഹിപ്പിൽ നിന്ന് ഇവിടെ നിന്ന് മാറ്റിയെടുക്കേണ്ടത്. 4.5 ഇഞ്ച് ഇവിടെ ഒരു മാർക്ക് ചെയ്തിട്ട് 4.5 ഇഞ്ചിൽ നിന്ന് ഹിപ്പ് വന്നിരിക്കുന്നത് 7ആണ്. അപ്പം നമുക്കിവിടെ 7 ഇഞ്ച് അടയാളപ്പെടുത്തണം. ഇവിടെയും നമ്മൾ സെയിം ഇതുപോലെ തന്നെ 3 ഇഞ്ച് വേസ്റ്റിൽ കൊടുത്തതുപോലെ തന്നെ 3 ഇഞ്ച് മാറ്റിയിട്ട് നമ്മൾ 6 ഇഞ്ചാണ് നമുക്ക് നീ റൗണ്ട് കിട്ടിയിരിക്കുന്നത്. 6 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് തയ്യൽ തുമ്പും മാറ്റി ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോഴും നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ തമ്മിൽ കൂട്ടി വരയ്ക്കാം. അതുപോലെ ഇവിടെയും വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അളവുകളെല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞ് ഇനി നമുക്ക് കട്ട് ചെയ്യാം. നമ്മളിനിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് ബ്രൊക്കേഡാണ്, അതുകൊണ്ട് ലൈനിങ് കൊടുക്കുന്നുണ്ട്. ലൈനിങ്ങിലും കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ലൈനിങ്ങും കട്ട് ചെയ്തെടുത്ത് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ലൈനിങ്ങും മെയിൻ ക്ലോത്തും 6 പീസും അതുപോലെ ചേർത്ത് നമ്മൾ ലൈനിങ്ങിനോട് ചേർത്ത് മൊത്തം ആദ്യം തയ്ച്ചെടുക്കണം. അത് കഴിഞ്ഞ് എങ്ങനെയാണ് യോജിപ്പിക്കേണ്ടതെന്ന് പറയാം. നമ്മളിപ്പോഴീ 6 പാനലും നമ്മൾ ലൈനിങ്ങുമായിട്ട് ചേർത്ത് തയ്ച്ച് കഴിഞ്ഞു. ലൈനിങ്ങും കട്ട് ചെയ്ത് ലൈനിങ്ങുമായിട്ട് കൂട്ടി ചേർത്ത് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് ബാക്കും 3 പാനൽ ഫ്രണ്ടിലും 3 പാനൽ ബാക്കിലുമായി വെക്കണം. ഈ സെൻറ്ററിൽ ഈ വീതിയുള്ള ഈ പാനൽ വെച്ചിട്ട് ഇങ്ങനെ വളഞ്ഞു വരുന്ന ഈ ഭാഗം ഇവിടെ ഈ റൈറ്റും ഇത് ലെഫ്റ്റിലുമായിട്ട് ഇങ്ങനെ നമ്മൾ 2 കൂട്ടി യോജിപ്പിക്കാം. അങ്ങനെ യോജിപ്പിച്ചിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഡ്രസ്സ് ഫിഷ് കട്ട് സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് പട്ട കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാക്കിലാണ് നമ്മൾ ഇതിൽ ഓപ്പൺ കൊടുത്ത് സിബ് കൊടുത്തിരിക്കുകയാണ്. ബാക്കിൽ സിബ് കൊടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ഫിഷ് കട്ട് മെർമെയ്ഡ് ഡ്രസ്സായത് കാരണം നമുക്ക് ബോഡി ഫിറ്റ് ആയിരിക്കണം. അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. ഇടുപ്പെല്ലാം കറക്റ്റായിരിക്കണം, ഹിപ്പിൻ്റെ ഭാഗം എല്ലാം കറക്റ്റായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിബ് ബാക്കിൽ കൊടുത്തത്. പിന്നെ ഈ പട്ടയ്ക്ക് നമ്മൾ ക്യാൻവാസൊക്കെ വെച്ചിട്ടാണ് നല്ലതുപോലെ പട്ട ഫിനിഷ് ചെയ്തിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഡ്രസ്സ് ഇവിടെ ഫിനിഷ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബിലോ. ഓക്കെ, താങ്ക് യു, ബൈ.